മനുഷ്യൻ്റെ അല്പബുദ്ധിയിൽ നിന്നാണ് മതങ്ങളും ദൈവങ്ങളും ഉണ്ടായത്. നോക്ക്, ചില ദൈവത്തിൻ്റെ ആൾക്കാരായി വന്ന ദൈവപുത്രന്മാർ അല്ലെങ്കിൽ മതം സ്ഥാപിച്ച ട്രസ്റ്റീസ് അല്ലെങ്കിൽ മതസ്ഥാപകർ പറഞ്ഞത് അല്പബുദ്ധിയിൽ നിന്നാണ് എന്ന് ചില കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കാം. മരിച്ച ശേഷം ദൈവം വന്ന് സംസാരിക്കുമെന്നും ഇരുന്ന് സംസാരിക്കുമെന്നും ഒക്കെ സകല മതസ്ഥാപകരും എല്ലാ റിലീജിയസ് ട്രസ്റ്റീസും ഈ മനസ്സും എല്ലാ മനുഷ്യരുടെ മനസ്സും ഒന്നുപോലെയാണ്. നോക്കൂ, ഈ അടുത്ത കാലത്ത് ഞാൻ നേരിട്ട് കേട്ടതല്ല, ഒരു ചാനലിൽ കൂടി പറയുന്നത് ഞാൻ കേട്ടതാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറ് പറഞ്ഞു പോലും എന്നെ ദൈവം അയച്ചതാണ്, എനിക്ക് ചില പ്രത്യേകതകളും കഴിവുകളും ഒക്കെ ഉണ്ട്, അത് എന്നെ ദൈവം പ്രത്യേകം അയച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി അടുത്ത കാലത്ത് പറഞ്ഞതായിട്ടൊരു ചാനലിൽ പറയുന്നത് ഞാൻ കേട്ടു. നോക്ക്, മനുഷ്യൻ്റെ അല്പബുദ്ധി, പ്രവാചകന്മാരുടെ അല്പബുദ്ധി, അങ്ങനെ എന്തെല്ലാം സംഭവിക്കുന്നു. മണ്ടന്മാരായ മനുഷ്യർ അത് കേൾക്കുകയും അതിനെ വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പ്രധാനമന്ത്രി കുറച്ചും കൂടി വിശാലമായി പറയുകയാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നവരിപ്പോഴുണ്ട്, പറയുകയല്ല. ഉദാഹരണം, ദൈവത്തിൻ്റെ പേരിലും വോട്ട് പിടിക്കുന്നുണ്ട്, അങ്ങനെ അവരിൽ നേട്ടം ഉണ്ടാക്കുന്നില്ലേ? അതേപോലെ മനുഷ്യരെ പറഞ്ഞ് പറ്റിക്കുക, എല്ലാ മതസ്ഥാപകരും അതാണ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യൻ്റെ അല്പബുദ്ധിയിൽ നിന്നും മനുഷ്യന് ഒരു പ്രത്യേകതയില്ല. നാം ചിന്തിക്കുകയാണെങ്കിൽ സകല ജീവികളും ഒരുപോലെ തന്നെ. മനുഷ്യന് ചില അതാത് ജീവികൾക്ക് അതായതിൻ്റെതായ കഴിവുകളുണ്ട്. ചില കുരുവികൾ കൂട് കെട്ടുന്നുണ്ട്, ആ കൂട് നമുക്ക് കെട്ടാൻ പറ്റുമോ? നമ്മൾ കെട്ടുന്ന കൂടുകൾ അവയ്ക്ക് കെട്ടാനും പറ്റില്ല. മനുഷ്യർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല. എല്ലാ ജീവജാലങ്ങളും ഒരേപോലെ തന്നെ. എല്ലാം ആഹാരം കഴിക്കുന്നു, എല്ലാം ഓടുന്നു, എല്ലാം ഉറങ്ങുന്നു, എല്ലാം മരിക്കുന്നു, അല്ലെങ്കിൽ മണ്ണിൽ ചേർക്കുന്നു, അവ മണ്ണായി അങ്ങ് മാറിപ്പോകുന്നു. സകല ജീവജാലങ്ങളും ഒരുപോലെ തന്നെ, ഒരു വ്യത്യാസവുമില്ല. മനുഷ്യൻ്റേതായിട്ടുള്ള ചില ബുദ്ധികൾ കൂടുതലുണ്ട് എന്ന് മാത്രം. ആ ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യൻ പ്രവർത്തിക്കുന്നു. ഓരോ ചില ജീവജാലങ്ങൾ മാളങ്ങളുണ്ടാക്കി അതിൽ ജീവിക്കുന്നു, ചില മരങ്ങൾ ഉപയോഗിക്കുന്നു, കടലിൽ ജീവിക്കുന്നു. ഓരോരുത്തർക്ക് അതിൻ്റേതായ കഴിവനുസരിച്ച് ജീവിക്കുന്നു. മനുഷ്യനും അതേപോലെ തന്നെ, ഒരു വ്യത്യാസവുമില്ല. ചിലർ എന്തെങ്കിലും ഒരല്പം കഴിവുണ്ടായാൽ അവരത് ദൈവം അയച്ചതാണെന്നും, അല്ലെങ്കിൽ 10 മനുഷ്യർ അവരുടെ കീഴിൽ അവർ പറയുന്നത് കേൾക്കാൻ അനുസരണയോടുകൂടി നിൽക്കുകയാണെങ്കിൽ അത് അവർക്ക് പ്രത്യേകതയുണ്ടെന്നും അവരങ്ങ് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഒരു കഴിവ്, കുറച്ച് പണമുണ്ടായി, അതല്ലെങ്കിൽ വേറൊരു ബിസിനസ്സിൽ കൂടി വളർച്ച, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത അവർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവർ പറയും അതെനിക്ക് കഴിവുകൊണ്ട് കൂടുതലാണ്, അപ്പോൾ എന്നെ ദൈവം അയച്ചതാണ്. അങ്ങനെ മനുഷ്യൻ്റെ അല്പബുദ്ധിയിൽ നിന്നും മതങ്ങളും ദൈവങ്ങളും ഒക്കെ ജാതിയും എല്ലാം ഉണ്ടായി എന്നുമാണ് നമ്മൾ എന്ന സത്യം. നാം അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. അത് യഥാർത്ഥ സത്യം ഇത് തന്നെയാണ്. മനുഷ്യനും ജീവജാലങ്ങൾക്കും ഒന്നും വ്യത്യാസമില്ല.
നാം ചില ജീവജാലങ്ങളെയും മനുഷ്യരെയും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ മനുഷ്യന് ജീവജാലങ്ങളുടെ രൂപം കാണാൻ പറ്റും. ചില മനുഷ്യർക്ക് കടുവയുടെ രൂപം കാണാം, ചിലർ സിംഹത്തിൻ്റെ രൂപം കാണാം മനുഷ്യരിലുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഒരു കുലത്തിൽപ്പെട്ട് തന്നെയാണ്, ഒരു 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 ബന്ധത്തിൽപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം. ചില മനുഷ്യരെ നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുരങ്ങിൻ്റെ മുഖം കാണാം, ചിലരുടേത് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഡോഗിൻ്റെയൊക്കെ ഉണ്ടാകും, ചിലരുടേത് പല രൂപത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ കഴിയില്ല. വളരെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ചിലർക്ക് ഈ ജീവജാലങ്ങളുടെ രൂപം കാണാൻ കഴിയുന്നുണ്ട് മനുഷ്യരൂപത്തിൽ. ചിന്തിച്ച് നോക്കണം, എല്ലാവരും അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കണം. ശരി, പിന്നൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.